ന്യൂ ടോപ്പിക് Jesus prayer. ജീസസ് പ്രേയർ. ജീസസ് പ്രേയർ അഥവാ യേശു പ്രാർത്ഥന. യേശു പ്രാർത്ഥന, ജീസസ് Prayer. ഹൃദയ പ്രാർത്ഥനയാണ്. ഹൃദയത്തിൽ നിന്നാണോ വരിക? ആണോ? യേശു ക്രിസ്തു കർത്താവേ, പാപിയായ എന്നിൽ കരുണയായിരിക്കണമേ. യേശു ക്രിസ്തു കർത്താവേ, പാപിയായ എന്റെ മേൽ കരുണയായിരിക്കണമേ. യേശു ക്രിസ്തു കർത്താവേ, have mercy on me a sinner. യേശു ക്രിസ്തു കർത്താവേ, have mercy on me a sinner. So this is the chanting of the Jesus prayer. ജീസസ് പ്രേയർ എന്ന് പറയുമ്പോൾ ജീസസ്, ദ ഹോൾ പേഴ്സൺ ഓഫ് ജീസസ് ആൻഡ് പ്രേയർ. പ്രേയർ എന്ന് വെച്ചാൽ ദൈവവും മനുഷ്യനും തമ്മിൽ കണക്റ്റഡ് ആവുന്ന ആ ഒരവസ്ഥ. ദ കണക്റ്റഡ്നെസ് ബിറ്റ്വീൻ ഗാഡ് ആൻഡ് ദ ഹ്യൂമൻ ബീയിങ്. അപ്പോൾ ജീസസ് പ്രേയർ അത് ഒരു ഹൃദയത്തിൻ്റെ പ്രാർത്ഥനയാണ്. എങ്ങനെയാണ് ഒരു പ്രെയർ ഹൃദയത്തിൻ്റെ പ്രാർത്ഥനയായിട്ട് മാറുക? സാധാരണ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഹൃദയത്തിൻ്റെ പ്രാർത്ഥനയാണോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു പ്രെയർ ഹൃദയത്തിൻ്റെ പ്രാർത്ഥനയായിട്ട് മാറുക? എവറി ഹാർട്ട് ബീറ്റ് അത് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഓ, ഹാർട്ടാണെങ്കിൽ അതിനൊരു ബീറ്റ് ഉണ്ട്, സ്പന്ദനം, ഹാർട്ട് ബീറ്റ്. അപ്പോൾ ഹാർട്ട് ബീറ്റിൻ്റെ ഒപ്പം ഈ പ്രാർത്ഥന നടക്കുകയാണെങ്കിൽ ഹൃദയ പ്രാർത്ഥന. യേശു ക്രിസ്തു. അപ്പം ഹാർട്ട് ബീറ്റിൻ്റെ ഒപ്പം പ്രാർത്ഥന. ഓക്കെ, വാട്ട് എൽസ്? ഹൃദയ പ്രാർത്ഥന. ശരിക്കും അത് മീൻ ചെയ്തിട്ട് പറയാം. വാട്ട് എവർ എവറി വേർഡ് ഐ മീൻ ഇറ്റ് ഫ്രം മൈ ഹാർട്ട്. ദാറ്റ്സ് വാട്ട് ഫ്രം ദ ഹാർട്ട്. ഹാർട്ട് കൊണ്ട് മീൻ ചെയ്തിട്ട് പാടുന്ന പ്രാർത്ഥന. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, ഇവരുടെ ഹൃദയം എന്നിൽ നിന്ന് അകലെയാണെന്ന് ദൈവം പറയുന്നു യെശയ്യായുടെ പുസ്തകത്തിൽ. അപ്പോൾ അധരം കൊണ്ട് പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ ഓരോ വാക്കും ഹൃദയം കൊണ്ട് മീൻ ചെയ്ത് അർത്ഥമാക്കി പ്രാർത്ഥിക്കുമ്പോൾ അതൊരു ഹൃദയ പ്രാർത്ഥനയായിട്ട് മാറും. അപ്പോൾ വെറുതെ ഒരു വാചിക പ്രാർത്ഥന, വോക്കൽ പ്രെയർ എങ്ങനെ ഒരു ഹൃദയത്തിൻ്റെ പ്രാർത്ഥനയാക്കി മാറ്റാം? സാധകൻ്റെ സഞ്ചാരം, ദ വേ ഓഫ് എ പിൽഗ്രിം. ഒരു റഷ്യൻ പിൽഗ്രിമിൻ്റെ സ്റ്റോറിയുള്ള ഒരു ബുക്കുണ്ട്, സാധകൻ്റെ സഞ്ചാരം, ദ വേ ഓഫ് എ പിൽഗ്രിം. അപ്പോൾ ആ ബുക്കിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഈ സാധകൻ, ഈ പിൽഗ്രിം അന്വേഷിച്ച് നടക്കുകയാണ് എങ്ങനെയാണ് നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുക. ഹൗ ടു പ്രേ അൺസീസിംഗ്ലി, ഒരു ബ്രേക്ക് ഇല്ലാതെ, നിർത്താതെ, ഒരു സ്റ്റോപ്പ് ഇല്ലാതെ നിരന്തരമായിട്ട് എങ്ങനെ പ്രാർത്ഥിക്കും. ഇത് ഒരു ദൈവവചനം ഉണ്ടല്ലോ, ഇടവിടാതെ പ്രാർത്ഥിക്കുക, ഇടവിടാതെ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഈ ദൈവവചനം ഒരു പള്ളിയിൽ കേട്ടിട്ടാണ് ഈ പിൽഗ്രിം, ഇതെങ്ങനെയാണ് പോസിബിൾ, ഹൗ ഇസ് ഇറ്റ് പോസിബിൾ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ. എങ്ങനെയാണ് ഇടവിടാതെ പ്രാർത്ഥിക്കുക? അപ്പോൾ ഒത്തിരി പേരെ അപ്രോച്ച് ചെയ്തു ഈ സാധകൻ, ഈ പിൽഗ്രിം, ഇതെങ്ങനെയാണ് സംഭവിക്കുക. അങ്ങനെ ആ ഒരു സഞ്ചാരത്തിൻ്റെ ഇടയ്ക്ക്, ആ ഒരു യാത്രയുടെ ഇടയ്ക്ക് ഈ സാധകൻ, ഈ പിൽഗ്രിം കണ്ടുപിടിക്കുകയാണ് ദിസ് ടൈപ്പ് ഓഫ് പ്രെയർ, ജീസസ് പ്രെയർ, യേശു പ്രാർത്ഥന.
അപ്പോൾ തുടക്കത്തിൽ ഉറക്കെ പ്രാർത്ഥിച്ച് അങ്ങനെ മെല്ലെ മെല്ലെ പടിപടിയായിട്ട് ഹൃദയത്തിൽ ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയാണ്. ഓട്ടോമാറ്റിക്കലി ദിസ് പ്രെയർ ഈസ് ഹാപ്പനിങ് ഇൻ ദ ഹാർട്ട്. ഹൃദയത്തിൻ്റെ പ്രാർത്ഥന, ഹാർട്ടിൻ്റെ പ്രെയർ, ദ ഹാർട്ട് പ്രെയർ. അപ്പോൾ നമ്മൾ മറ്റ് ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, മറ്റ് പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുന്നു, പക്ഷേ അതിൻ്റെയൊക്കെ കൂടെ എപ്പോഴും അൺസീസിങ്ങലി, നിർത്താതെ ഇടവിടാതെ ഹൃദയത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. യേശു ക്രിസ്തു കർത്താവേ, പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ. അപ്പോൾ നിങ്ങളിവിടെ വന്നിട്ട് നിങ്ങൾക്കൊരു ചെറിയൊരു ടേസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസോ നിങ്ങൾക്ക് പറയാനുള്ളതോ ചോദിക്കാനുള്ളതോ നിങ്ങൾക്ക് ചോദിക്കാം. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഇത് പറയുമ്പോൾ തന്നെ വളരെ ശക്തിയുള്ളതാണ്, വളരെ പവർ ഉള്ളതാണ്. എന്തുകൊണ്ടാണ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ്? ഞാൻ കേട്ടിട്ടുണ്ട് വേറെ ജീസസ് പ്രേയറുകളിലൊക്കെ വേറെ തരത്തിൽ ചെല്ലുന്നു, പല തരത്തിൽ ഇത് ചെല്ലാറുണ്ട് അല്ലെങ്കിൽ ചാൻഡ് ചെയ്യാറുണ്ട്. ഏതൊക്കെയാണ് പല രീതികൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ജീസസ് പ്രേയറിൻ്റെ ഈ ഒരു അഡ്രസ്സിങ്, അഭിസംബോധന തന്നെ പല തരത്തിലുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് അല്ലെങ്കിൽ യേശു ക്രിസ്തു കർത്താവ് എന്ന് പറയുന്നു. വിച്ച് ആർ ദി അതർ? ജീസസ് സൺ ഓഫ് ദ ലിവിംഗ് ഗോഡ്. ജീസസ് സൺ ഓഫ് ദ ലിവിംഗ് ഗോഡ്. ജീസസ് സൺ ഓഫ് ഡേവിഡ്. ജീസസ് സൺ ഓഫ് ഡേവിഡ്. ദാവീദിന്റെ പുത്രനായ യേശുവേ, പാപിയായ എന്നിൽ കനിയണമേ. What else? പഠിക്കാം കേട്ടത്. Jesus Christ, have mercy on me. Lord Jesus Christ, have mercy on me. ഓക്കെ, അപ്പോൾ നെറ്റിലൊക്കെ നോക്കിയാൽ പലതരത്തിലുള്ള ട്യൂണുകളും വാക്കുകൾ അവിടെ ഇവിടെയൊക്കെ കുറച്ച് വ്യത്യാസമായിട്ട് കാണും. പക്ഷെ ഇതിൻ്റെ മെയിൻ ക്രക്സ് അല്ലെങ്കിൽ മെയിനായിട്ടുള്ള ഒരു ആശയം അല്ലെങ്കിൽ മെയിനായിട്ട് ജീസസ് പ്രേയറിൽ അല്ലെങ്കിൽ യേശു പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കേണ്ടത് എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നു ലോർഡ് ജീസസ് ക്രൈസ്റ്റ് അല്ലെങ്കിൽ യേശു ക്രിസ്തു കർത്താവ്. ഓക്കെ, ലോർഡ് ജീസസ് ക്രൈസ്റ്റ് എന്താ പറയുന്നത്? പഠിച്ചതിൻ്റെ വെളിച്ചത്തിൽ ജീസസ് എന്ന് പറയുമ്പോൾ തന്നെ ദ നെയിം ഓഫ് ജീസസ് മീൻസ് ഗോഡ് സേവ്സ്. അതിൽ തന്നെ പവർ ഉണ്ട്. യേശു എന്ന നാമം എന്ന് പറയുമ്പോൾ തന്നെ ആ പേരിൻ്റെ ആ വ്യക്തി തന്നെ വരും. പേരിൻ്റെ കൂടെ ആ വ്യക്തിയോട് അറ്റാച്ച് ആയിട്ടുള്ള ആ ശക്തിയും കൂടി വരും. അത്രയും പവർ ഉണ്ട്. യേശു എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ദൈവം രക്ഷിക്കുന്നു. ജീസസ് മീൻസ് ഗോഡ് സേവ്സ്, രക്ഷകൻ. അപ്പോൾ യേശു എന്നുള്ള പേര്, ഇപ്പോൾ നമ്മുടെ പേര് വിളിച്ചാൽ നമ്മൾ എന്തോ വിളിക്കില്ലേ, അപ്പോൾ ആ വ്യക്തിനെയാണ് വിളിക്കുന്നത്, ആ ഹോൾ പേഴ്സൺ. അപ്പോൾ യേശു, ജീസസ്, രക്ഷകൻ, സേവിയർ, ഗോഡ് സേവ്സ്. അപ്പോൾ ആ മീനിങ് മനസ്സിലാക്കി നമ്മളത് ചെല്ലുമ്പോൾ ആ വ്യക്തിയുടെ സാന്നിധ്യം തന്നെ നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഓക്കെ, വാട്ട് എൽസ്? പിന്നെ അതിൻ്റെ ചേർന്ന് ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തു. അപ്പോൾ ക്രിസ്തു എന്ന് പറയുമ്പോൾ അഭിഷിക്തൻ, അപ്പോൾ ക്രൈസ്റ്റ് എന്ന് പറയുമ്പോൾ അനോയിന്റഡ്, ദി അനോയിന്റഡ് വൺ. ക്രൈസ്റ്റ് മീൻസ് ദി അനോയിന്റഡ് വൺ. ഓക്കെ, അപ്പോൾ ആ അഭിഷേകം തരുന്നതാണ്. യേശുവിൻ്റെ നാമം ഇവിടെ സിസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നാമം പറയുമ്പോൾ ആ വ്യക്തിയുടെ എസെൻസ്, ഐഡൻറ്റിറ്റി, മീനിങ് ഓഫ് ലൈഫ് വരും. അപ്പോൾ ഈശോ വെച്ച രക്ഷ, ജീസസ് ഗേവ് us സാൽവേഷൻ, ഈസ് കോൾഡ് സേവിയർ. അപ്പോൾ ജീസസ് വെച്ച രക്ഷ അല്ലെങ്കിൽ സാൽവേഷൻ സ്വീകരിക്കുവാൻ ഏറ്റവും എളുപ്പം വഴിയാണ് യേശു നാമം തന്നെ ഉച്ചരിക്കുമ്പോൾ. ഒരു വ്യക്തിയെ വിളിക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ മദർ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ വേറെ ഒരു സഹോദരിയെ വിളിക്കുമ്പോൾ അവർ തിരിഞ്ഞു നോക്കും, എന്തായാലും എന്താണ് പറയണേ, എന്നെയാണ് വിളിച്ചത്. അപ്പോൾ എത്രത്തോളം ദൈവത്തെ വിളിക്കുമ്പോൾ ദൈവത്തിന് അത്രേ സമയം വേണ്ട. ദൈവം കരുണമയനാണ്, ഹി ഈസ് മേഴ്സിഫുൾ. സോ ഹി ഡസൻറ്റ് വാണ്ട് എ ബിഗ് വലിയ ഷോ അല്ല, ഉള്ളിലൊരു പ്രാർത്ഥന, ഈശോയെ അങ്ങനെ ഒരു സായി മതി ദൈവത്തെ നോക്കാൻ. അപ്പോൾ സിസ്റ്റർ പറഞ്ഞതുപോലെ
യേശു ക്രിസ്തു അതിനേക്കാൾ, കാരണം ക്രിസ്തു അനോയിന്റഡ് വൺ ആണ്. യേശു ആണ് ഈ പരിശുദ്ധാത്മാവിനെ തരുന്നത്. യേശു ആണ് ഞങ്ങളെ ബാപ്റ്റൈസ് ചെയ്യുന്നത്. ജ്ഞാനസ്നാനം, പരിശുദ്ധാത്മാവിന്റെ സ്നാനം തരുന്നത്. സോ ബാപ്റ്റിസം. സോ ദാറ്റ് ഈസ് വൈ വെൻ വി കോൾ ജീസസ് ക്രൈസ്റ്റ്. എന്തൊരു പവർഫുൾ ആണ്. പിന്നെ ലോർഡ് കൂടി ആഡ് ചെയ്താൽ, കർത്താവെ കൂടി ആഡ് ചെയ്താൽ, എന്റെ ദൈവമേ, അതൊരു വലിയ ബോംബ് തന്നെയാണ്. കാരണം കർത്താവ് എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് അതൊരു ബോംബ്? എന്താ അത്ര ശക്തി കർത്താവിന്? കർത്താവ് ഒരു ക്രിയ ചെയ്യുന്ന വ്യക്തിയാണ് കർത്താവ്. ദ വൺ ഹൂസ് ഡൂയിങ്, ദ പേഴ്സൺ ഹൂസ് ഡൂയിങ് ഈസ് ദ കർത്താവ്, ലോർഡ്. അത് ഗ്രാമറിൽ, മലയാളം ഗ്രാമറിൽ കർത്താവ് എന്ന് വെച്ചാൽ ക്രിയ ചെയ്യുന്നവൻ. അപ്പോ ലോർഡ് എന്ന് പറയുമ്പോ ഇപ്പോ എന്ത് പ്രവൃത്തിയും ഞാൻ ചെയ്യാൻ ഇയാളെയാണ് അനുവദിക്കുന്നത്. എന്നിലൂടെയും എൻ്റെ ചുറ്റിലും എന്ത് പ്രവൃത്തി ചെയ്യാൻ ഈ കർത്താവ്. അപ്പോൾ ജീസസ് ക്രൈസ്റ്റിനെ ഞാൻ കർത്താവാക്കാണ്. ഏതാണ് ദൈവവചനം? യേശുവിനെ രക്ഷകനും കർത്താവും ഒക്കെ ആയിട്ട് ഏറ്റുപറയണം. അതെന്തുകൊണ്ടാണ്? അപ്പോൾ ഒരു ദുഷ്ടാരൂപിക്കും ഒരു മനുഷ്യാരൂപിക്കും ഇവിടെ കൺട്രോൾ എടുക്കാൻ പറ്റില്ല. യേശു ക്രിസ്തുവാണ് കർത്താവ് എന്ന് വെച്ചാൽ എന്താ ചെയ്യാനുള്ള അത് യേശു ക്രിസ്തു ചെയ്യും. യേശു ക്രിസ്തുവാണ് കർത്താവ്. ഇപ്പൊ ചില വീടുകളിലൊക്കെ എഴുതി വെച്ച് കണ്ടിട്ടില്ലേ, യേശുവാണ് ഈ വീടിന്റെ കർത്താവ്, യേശുവാണ്, ജീസസ് ഇസ് ദ ലോർഡ് ഓഫ് ദിസ് ഹൗസ്. വേറെ ആർക്കും ഫൈനൽ സേ ഇല്ല. അപ്പോൾ ജീസസ് ക്രൈസ്റ്റ്, ലോർഡ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുമ്പോൾ പിന്നെ ആരും അതിൻ്റെ പരിസരത്തേക്ക് വരും? ഈ കുടുംബനാഥൻ പറഞ്ഞ പോലെ, നാഥനാണ് സിസ്റ്റർ പറഞ്ഞ പോലെ വളരെ ശരിയാണ്. യേശു ക്രിസ്തു കർത്താവേ, അല്ലെങ്കിൽ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. Then the other ഭാഗം is have. അപ്പൊ ഈ അഡ്രസ്സിങ് തന്നെ പവർഫുൾ ആവണം, അത് മീൻ ചെയ്യണം. ഈ അഡ്രസ്സിങ് തന്നെ യേശു ക്രിസ്തു കർത്താവേ എന്നാ നമ്മൾ ഉച്ചരിക്കുമ്പോൾ തന്നെ, സിസ്റ്റർ പറഞ്ഞു, ഉച്ചരിക്കുമ്പോൾ ആ ഒരു പേര് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ യേശു ക്രിസ്തു കർത്താവേ, അപ്പോൾ ഒരു ദുഷ്ടാരൂപിക്ക് ആ പരിസരത്ത് വരാൻ പറ്റില്ല. ഇത് വിളിച്ചു കഴിഞ്ഞ് പിന്നെ നമുക്ക് ബാക്കി പറയാനുള്ളതൊക്കെ സമാധാനമായിട്ട് പറയാം. അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ചിലർ പറയില്ല, ഭയങ്കര അസ്വസ്ഥത, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെ ആരോ ഡിസ്റ്റർബ് ചെയ്യുന്ന പോലെ. അപ്പോൾ ഹൃദയത്തിൻ്റെ അഗാധ തലങ്ങളിൽ നിന്നൊന്ന് ഉറക്കെ വിളിച്ച് നോക്കിയ യേശു ക്രിസ്തു കർത്താവേ, യേശു ക്രിസ്തു കർത്താവേ, ഒരാൾ തന്നെ. പക്ഷെ നമ്മൾ എംഫസൈസ് കൊടുത്തിട്ട് പറയാണ്, അഡ്രസ്സ് ചെയ്യാണ്. ഈ അഡ്രസ്സിങ്ങിലാണ് ദ മെയിനായിട്ട്. ഓൾസോ ഇവിടെ ഒരു പരമപരിശുദ്ധ ത്രിയേക ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം വരും. എന്തുകൊണ്ടാണ്? യേശു രക്ഷകൻ, ദൈവപുത്രൻ മനുഷ്യനായി അവതരിച്ചിട്ട് നമ്മളെ രക്ഷിച്ചു. രക്ഷകൻ യേശു, പുത്രനായ ദൈവത്തിൻ്റെ ആ സാന്നിധ്യം. ക്രിസ്തു എന്ന് പറയുമ്പോൾ ക്രിസ്തു അനോയിൻറ്റഡ് വൺ, അഭിഷേകം നിറഞ്ഞവൻ, അഭിഷേകം പരിശുദ്ധാത്മാവ്. അപ്പോൾ ക്രിസ്തു എന്ന് പറയുമ്പോൾ ക്രിസ്തു ഇസ് ഫുൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ഫുൾ ഓഫ് ഹോളി റുവാഹ്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം. യേശു ക്രിസ്തു കർത്താവേ, വചനം കൃത്യമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്കൊരു പിതാവുള്ളൂ, അത് പിതാവായ ദൈവം, ഒരു കർത്താവുള്ളൂ, യേശു ക്രിസ്തു. അപ്പോൾ ഈ പിതാവായ ദൈവത്തിൻ്റെ ഏകപുത്രനായ ഈ കർത്താവ്, പിതാവായ ദൈവത്തിൻ്റെ ഏകപുത്രനായ കർത്താവ്. അതുകൊണ്ടാണ് പലരും പറയുന്നത് ദ സൺ ഓഫ് ഗോഡ് എന്ന് പറയും. ജീസസ് ക്രൈസ്റ്റ് സൺ ഓഫ് ഗോഡ് ഹാവ് മേഴ്സി ഓൺ മീ. അപ്പോൾ ഈ ഒരു അഡ്രസ്സിങ്ങിൽ തന്നെ പരമപരിശുദ്ധ ത്രിത്വൈക ദൈവത്തിൻ്റെ, ദ മോസ്റ്റ് ഹോളി ട്രിനിറ്റിയുടെ ഒരു മൈറ്റി പ്രസൻസ് നമ്മുടെ ഉള്ളിലും നമ്മുടെ ചുറ്റിലും ഉണ്ടാവും. അപ്പം അർത്ഥം മനസ്സിലാക്കി പ്രാർത്ഥിച്ചാൽ ഒന്നുകൂടെ പവർഫുൾ ആവും. വെറുതെ പറഞ്ഞാൽ തന്നെ അതിന് പവറുണ്ട്. അപ്പോൾ നമ്മളത് മീൻ ചെയ്താലോ? പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും പിന്നെ വെറുതെ ഇരിക്കാൻ പറ്റില്ല. ദേ വിൽ ആക്ട്. Yes.